ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ വീഡിയോയുടെ ഔട്ട് കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മൈക്ക് കണക്ട് ചെയ്തത് ശരിക്കും നല്ല രീതിയിലല്ലാത്തതുകൊണ്ട് വീഡിയോയിൽ കുറേ ഭാഗത്ത് നമുക്ക് ഓഡിയോ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഗോവയുടെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത്. ബാഗ ബീച്ചൊക്കെ എത്തിക്കഴിയുമ്പം ഓഡിയോ നല്ല ക്ലിയർ ആവും. അതുവരെ കുറച്ച് ദൂരം കുറച്ച് ക്ലാരിറ്റി കുറവോടുകൂടി നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റും. അത് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ക്ലിയർ ആവും. ശരിക്കും ഈ സൺസെറ്റ് കണ്ടുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്തിൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞനുസരിച്ച് ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത്തൊക്കെ കുറച്ചിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ വ്ളോഗും ചെറിയ ചെറിയ വ്ളോഗുകളായിരിക്കും. മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഈ കേരള ടു കാശ്മീർ റൈഡ് പെട്ടെന്ന് തന്നെ അത് എൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ വ്യൂ ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലായിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വ്യൂ ഞാൻ മാറ്റും. കാരണം ഇങ്ങനെ വ്യൂ വെച്ചപ്പോൾ മൗണ്ട് വെച്ചപ്പോൾ അതിൻ്റെ ക്യാമറ ഭയങ്കര ബൾക്കി ആവുകയും ആ എക്സ്റ്റൻഷൻ ഇടയ്ക്കിടയ്ക്ക് ബെൻഡ് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വേറെ രീതിയിൽ നോർമൽ രീതിയിൽ തന്നെ വെച്ചിട്ട് ക്യാമറ കുറച്ച് പൊക്കിയാണ് വെച്ചത്. അപ്പോൾ അന്നേരം വേറൊരു ടൈപ്പ് വ്യൂ ആണ്, ഇങ്ങനത്തെ ഒരു വ്യൂ അല്ല. ഇതിപ്പോൾ ശരിക്കും ഹാൻഡിൽ മുതൽ മുകളിലോട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ തുടർന്ന് കാണാം. ഗോവയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഫുഡും പിന്നെ ബീച്ചുമാണ്. ഇപ്പോൾ സീസണൊന്നും അല്ല. സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഗോവയിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ രാവിലെ അഞ്ചുന ബീച്ചിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അടിപൊളിയാണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞു. ബീച്ച് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ കുറേ എന്താ പറയുക വേസ്റ്റൊക്കെ ഇട്ടിട്ട് കൾച്ചറായിട്ടുള്ളൊരു ബീച്ചാണ്. നമുക്ക് അവിടെ തന്നെ കാറ്റും ക്ലൈമറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. പള്ളിയുടെ ആ പള്ളിയുടെ നമ്മൾ ബാഗ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊരു 4ാമത്തെ വട്ടമെന്ന് തോന്നുന്നു ഈ ബീച്ചിൽ വരുന്നത്. 4ആണോ 5ആണോ? पार्क करने के लिए
ഇവിടെ അവിടെ അവിടെ ഉണ്ടോ? പോയപ്പോരെ. പള്ളിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് നല്ല ക്ലീൻ ബീച്ചാണ്. നന്നായി പാർട്ട് ഓഫ് ചെയ്തത്. ഇത് നല്ല ക്ലീൻ ബീച്ചല്ലേ? അഞ്ജുന ബീച്ച് പോലല്ലോ. ബാഗ ബീച്ച്. മൊബൈലിൽ എൻ്റെ കയ്യിലല്ലേ? ഇത് ഓണാണോ ക്യാമറ? ബാഗ ബീച്ചിലെത്തി. ബാഗ ബീച്ച് ബോർഡ് കാണാം അവിടെ. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ബാഗ ബീച്ചിലെത്തി. ആക്ച്വലി സൺസെറ്റ് അവിടെയാണ്, അതിക്കും അപ്പുറയാണ് സൺസെറ്റ്. ചുമല കൊടി പറക്കുന്നുണ്ട്, ക്യാമറകളുണ്ട്. ഇവിടുത്തെ മല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ മലകളെല്ലാം പച്ചപ്പാണ്, മരങ്ങളാണ്, ഒരുപാട് ഓക്സിജൻ ഉണ്ട്. അവർ വരുന്നില്ലല്ലോ. നമ്മൾ ബാഗ ബീച്ചിലാണ്. നമ്മുടെ മച്ചന്മാരൊക്കെ പൊളിക്കണയാണ്. പിന്നെ എൻ്റെ കണ്ണാടിയാണ് കേട്ടോ ഇത്. എൻ്റെ കണ്ണാടിയൊക്കെ വെച്ച് ജെബിയിലെ സ്പീക്കറൊക്കെ പിടിച്ച് നടക്കാണ്. അയൺമാൻ്റെ കണ്ണാടിയാന്നൊക്കെ പറഞ്ഞ് ഒരാൾ ദേ ഇവിടെ ലൈവ് പോകുന്നുണ്ട്. ലൈവ് 10 പേരോ എത്ര പേരാ? 2 പേരുണ്ട്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ്, നല്ല സൺസെറ്റ്, അടിപൊളിയാണ്. ഫുൾ വൈബാണ്. അതെ, പൈസ ഇല്ലാതെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, അത് സത്യമാണ്. ഞാൻ ക്ലൈമറ്റിനെ പറ്റിയും ഇവിടുത്തെ ഒരു കാഴ്ചകളെ പറ്റിയാണ് പറഞ്ഞത്. സൺസെറ്റ് നോക്കിയാണ് നമ്മൾ വന്നത്. കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. പിന്നെ മഴയുള്ളതുകൊണ്ട് സൺ അത്ര വിസിബിളും അല്ല. ഇപ്പോൾ ഹെൽമെറ്റ് ഊരിയിട്ട് നടക്കാം. ഹെൽമെറ്റ് വെച്ച് നടക്കുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. നൈറ്റിൽ ഗോവ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ബാഗ ബീച്ച് കാണാനായിട്ട് അതിലേറെ ഭംഗിയാണ്. കാരണം ഒരുപാട് ലൈറ്റ്സും ഒരുപാട് മെഴുകുതിരികളും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് ടേബിളുകളും ഒരുപാട് ആൾക്കാരെ നമുക്ക് നൈറ്റിൽ ഇവിടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ടൈപ്പ് ലൈറ്റിംഗ് ആണ് ഇവിടെ. ഒരു ഭംഗി തന്നെയാണ്, ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ബാഗ ബീച്ചിലൊക്കെ ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചിക്കൻ കറിയും ഫ്രൈയും എന്താണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവൻ്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ. യാ ഹല യാ ഹല യാ ഹല യാ ഹല യാ ഹല.
തീരെ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുതല്ലോ മണിമുത്തും പൊന്നിൻ്റെ ഉടവാളുമുണ്ടല്ലോ മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലപ്പൂവിൻ ചേർത്ത വെള്ളപ്പഞ്ഞി വെള്ളപ്പഞ്ഞി കുപ്പായം വെള്ളിക്കിണ ചില്ലത്തിൽ വീണ്ടും പൊന്നിൻ ധാന്യങ്ങൾ ദിൽ ദിൽ സലാം സലാം ദിൽ മുഹബദ് സലാം സലാം യാ ഹലാ യാ ഹലാ യാ ഹലാ ദിൽ ദിൽ ജാസിൻ ഖാലിദ് അൽ മുബാരക് സലാം സലാം യാ ഹലാ യാ ഹലാ അടിപൊളി അടിപൊളി അവന്മാരായിട്ടുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ പാട്ട് പോകുന്ന അവരുണ്ടോ ലഡുവാ കുറച്ചാ വേണ്ട വേണ്ട ഇത് മതി ലഡു കിട്ടി ലഡു കുഴപ്പമില്ല മതി പാട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നൈറ്റ് റൈഡ് ഇൻ ഗോവ നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ് ഗോവയിലത്തെ നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ പവർ അങ്ങോട്ട് കാണിക്കാം ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യുന്ന ലൈറ്റാണ് റൈറ്റ് ഇപ്പം എനിക്ക് മനസ്സിലായി തിര പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുതല്ലോ മണിമുത്തും പൊന്നിൻ്റെ ഉടവാളുമുണ്ടല്ലോ മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലപ്പൂവിൽ ചേർത്ത വെള്ളപ്പഞ്ഞി കുപ്പായം അവല്ലിക്കിണ്ട വെള്ളപ്പഞ്ഞി കുപ്പായം കിണ്ണത്തിൽ മുഹമ്മദ് സലാം സലാം യാ ഹലാ യാ ഹലാ യാ ഹലാ ലൈറ്റ് ഇട്ടപ്പോൾ നമുക്ക് ഓരോന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വീണ്ടും റോയൽ എൻഫീൽഡ് ഗ്യാരേജ് നമ്മുടെ കട എടുക്കാറായി റോയൽ എൻഫീൽഡ് ഗ്യാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ടിച്ച് 50 മീറ്ററേ ഉള്ളൂ ലെഫ്റ്റ് കാണുന്നതാണ് നമ്മുടെ മലയാളി കട ഡൈൻ ആൻഡ് ഡിവൈൻ മൂന്ന് നേരം നമ്മൾ ഭക്ഷണം ഇവിടെ നൽകിയേക്കാം ഈ നൈറ്റ് വേറെ വൈബാണല്ലോ ആ ഹൈ ഹൈ ബുഫേ ആണോ